പ്രീമിയം കാറ്റഗറി വെഡിങ് നടത്തുന്നവര് എന്തുകൊണ്ടാണ് അൽഹാജ കാറ്ററിംഗ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്കറിയാവോ? ഇത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു വെഡിങ് റിസപ്ഷൻ ആണ്. ചെന്ന് കയറുമ്പോൾ ആദ്യം നമ്മളെ ആകർഷിക്കുന്നത് ഇവരുടെ ഈ ജ്യൂസ് കൗണ്ടറാണ് കേട്ടോ. ഏകദേശം 7-8 സ്റ്റാഫുണ്ട് ഈ കൗണ്ടറിനകത്ത് മാത്രം. അത്യാവശ്യം വലിയൊരു കൗണ്ടറാണ് കേട്ടോ. ജ്യൂസ് തന്നെ ഏകദേശം 4-5 വെറൈറ്റി ഉണ്ട്. ഒരു സൈഡിൽ ചായയും സ്നാക്സ് സ്പ്രിംഗ് റോളും നഗറ്റ്സും. അതിന്റെ തൊട്ടിപ്പുറത്തായി 8 വ്യത്യസ്ത ഫ്ലേവറുകളിലുള്ള സുലൈമാനീസ്. തൊട്ടിപ്പുറത്ത് ചോക്ലേറ്റ്സും പോപ്കോൺസും ഒക്കെ ഉണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് കയറിയാൽ കാണുന്ന കാഴ്ച അതിഗംഭീരമാണ് കേട്ടോ. ഡൈനിങ്ങും സ്റ്റേജും ഒക്കെ ഒരുക്കിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കി നിന്നു പോകും. പ്രീമിയം കാറ്റഗറി വെഡിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് അൽഹാജയ്ക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നത്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവരുടെ ഫുഡ് കൗണ്ടേഴ്സ് ആണ്. ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകും ഈ കൗണ്ടറുകൾ. ഹാളിന്റെ 4 സൈഡിലായിട്ട് ഫുഡ് കൗണ്ടേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നടുക്കാണെങ്കിൽ സാലഡ് കൗണ്ടറും. ഫുഡ് കൗണ്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രാ പ്രീമിയം ആണ്. ഒരു സൈഡിൽ ലൈവ് അപ്പം കൗണ്ടർ, നല്ല ചൂടപ്പം ചുട്ടിടുന്നുണ്ട്. വരുന്ന ഗസ്റ്റുകൾക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാണ്ട് ഫുഡും കഴിക്കാം, ഫംഗ്ഷനും ആസ്വദിക്കാം. ഇതിനകത്ത് കയറി കുറെ നേരം നമ്മളിങ്ങനെ നോക്കി നിന്നു പോകും കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇതൊക്കെ നോക്കി നിന്നപ്പോൾ കാണാം ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും എൻട്രി ആയി. ഒരു ഇവന്റ് അൽഹാജ എത്ര പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. ഇതൊക്കെ കൊണ്ടാണ് പ്രീമിയം കാറ്റഗറി വെഡിങ് ചെയ്യുന്നവര് അൽഹാജയെ തിരഞ്ഞെടുക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളെ അതിലും മനോഹരമാക്കി തരാൻ അൽഹാജയ്ക്ക് കഴിയും. ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും സ്റ്റേജിലേക്കുള്ള എൻട്രി കഴിഞ്ഞപ്പോൾ ഫുഡ് സ്റ്റാർട്ടായി. ഹാളിന്റെ 4 സൈഡിലായിട്ട് മനോഹരമായ ഫുഡ് കൗണ്ടേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിറയെ വിഭവസമൃദ്ധമായ ഫുഡും. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവരുടെ ഫുഡാണ്. വരുന്ന ഗസ്റ്റുകളെയെല്ലാം ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ അൽഹാജയുടെ ഫുഡിന് കഴിയും. ഇവിടുന്ന് തുടങ്ങും നല്ല മുളക് ചട്നിയും ചൂര ഫ്രൈയും നെമ്മീൻ കറിയും പിന്നെ കപ്പയും. അടുത്ത കൗണ്ടർ സൂപ്പിൻ്റെതാണ് കേട്ടോ. ചിക്കനും ഉണ്ട്, വെജും ഉണ്ട്. നല്ല ചൂട് സൂപ്പ് കുടിച്ചുകൊണ്ട് ഭക്ഷണം തുടങ്ങാം. അടുത്ത ഈ കാണുന്ന കൗണ്ടർ പുട്ടിൻ്റെതാണ് കേട്ടോ. 3 ഫ്ലേവറിലുള്ള പുട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുട്ട് മാത്രമല്ല, നല്ല പയറുമുണ്ട്, കടലക്കറിയുണ്ട്. നല്ല ചൂട് പുട്ട് ഇതുപോലെ എടുത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഫംഗ്ഷനിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായമുള്ള ഫുഡുകളിലൊന്ന് ഈ പുട്ടായിരുന്നു കേട്ടോ. എന്തായാലും പുട്ട് അവിടെ റെഡിയാവട്ടെ. ഇനി അടുത്ത മെയിൻ കൗണ്ടറുകളിലൊന്ന് ഇതാണ്. മെയിൻ കോഴ്സ് എല്ലാം വിളമ്പുന്നത് ഇവിടെയാണ്. ഓഡിറ്റോറിയത്തിന്റെ 2 സൈഡിലും ഇതുപോലെ കൗണ്ടേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതവരുടെ സ്പെഷ്യൽ മട്ടൺ റോസ്റ്റാണ് കേട്ടോ. ഇനി മെയിൻ കോഴ്സിലോട്ട് വരികയാണെങ്കിൽ അപ്പം, പൊറോട്ട, ഇടിയപ്പം, റൊമാലി റൊട്ടി ഒക്കെ ഉണ്ട്. പിന്നെ മട്ടൻ കറിയുണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, മട്ടൺ റോസ്റ്റ് ഉണ്ട്, ബീഫ് ഉലർത്തിയതുണ്ട്, പിന്നെ ബീഫ് കുട്ടൻ കറിയും ഉണ്ട്. ഗസ്റ്റുകൾക്ക് ഒരുപാട് ഫുഡ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇനി ഇത് ഡെസേർട്സ് ആണ്. ഡെസേർട്സിനകത്ത് പുഡിംഗ് ഉണ്ട്, ഫ്രൂട്ട് സലാഡ് ഉണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ട്. ഇതിന് തൊട്ടപ്പുറത്ത് വേറൊരു കൗണ്ടർ. അവിടെ പനീർ ബട്ടർ മസാല, ഗോബി മഞ്ചൂരി, അതുപോലെ തന്നെ ഗീ റൈസ്, ഇതെല്ലാം ഈ ഭാഗത്താണുള്ളത്. ഇനി ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോഴത്തേക്ക് നെയ്പത്തലുണ്ട്, റൊമാലി റൊട്ടിയുണ്ട്, പൊറോട്ടയുണ്ട്, അരിപ്പത്തിരിയുണ്ട്, അതുപോലെ തന്നെ വെള്ളയപ്പമുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട സൈഡിലെ കൗണ്ടറിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. ഇത്രയധികം കൗണ്ടറുകൾ സജ്ജീകരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്ന ഭാഗത്ത് തിരക്കൊന്നുമില്ല. അൽഹാജയുടെ ബീഫ് ഉലർത്തിയതും മട്ടൺ റോസ്റ്റൊക്കെ റെക്കമെൻഡ് ഡിഷാണ് കേട്ടോ. ഇനി ഈ കാൽപ്പനിക ഭാവത്തിൽ വെച്ചിരിക്കുന്ന കൗണ്ടർ ഉണ്ടല്ലോ, ഇതാണ് സാലഡ് കൗണ്ടർ. ഇവിടെ ഒരുപാട് സാലഡ്സും ഫ്രൂട്ട്സും ഉണ്ട്. വാട്ടർ ഹോൾഡിംഗ് ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലെന്ന് തന്നെ പറയണം. വേറെ ഒരു കൗണ്ടറിന് ഫ്രൂട്ട്സും ഫ്ലവേഴ്സും കൊണ്ടൊക്കെ ഇതുപോലെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാം, ഇതുപോലെ ഫംഗ്ഷനും കാണാം. എന്തുകൊണ്ടും വളരെ മികച്ച ഒരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ ഇത്. നിങ്ങളൊരു പ്രീമിയം കാറ്റഗറി വെഡിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ല ഓപ്ഷനാണ് അൽഹാജ കാറ്ററിംഗ്. നല്ല ഫുഡായിരുന്നു. മട്ടൻ കറിയൊക്കെ സെറ്റായിരുന്നു. കുട്ടൻ മറ്റേ ബീഫ് കുട്ടൻ അടിപൊളിയായിരുന്നു. ബീഫ് കുട്ടൻ എല്ലായിട്ടും ഒന്നിനൊന്നും മെച്ചം. അടിപൊളി ഫുഡ്. നല്ല ടേസ്റ്റാണ് பண்ணியிருக்கேன். ഫുഡ് സൂപ്പർ பண்ணியிருக்கேன். സൂപ്പർ ഹൈജീനിക് ക്വാളിറ്റി ആയിരുന്നു. ഹൈജീനിക് നല്ല ക്വാളിറ്റി ഉണ്ട്. ഏതാ ഇഷ്ടപ്പെട്ട ഫുഡ്? പുട്ട്. എന്തായാലും എല്ലാവരും ഹാപ്പി ആയിരുന്നു. അവസാനം നല്ല ഒരു ചൂട് സുലൈമാനി കൂടി. അന്തസ്. അപ്പോഴും പുറത്തെ കൗണ്ടർ നല്ല ബിസിയാണ്.